ഇന്ന് നമ്മൾ ആദരിക്കുന്നത് മറ്റൊരു പ്രമുഖ ഗായികയാണ് ശ്രീമതി വാണി ജയറാം. വാണിയമ്മ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ ജനിച്ചു. 5 വയസ്സുള്ളപ്പോൾ സഹോദരി സംഗീതം പഠിക്കുന്നത് കേട്ട് ദീക്ഷിതർ കൃതികളൊക്കെ പാടുമായിരുന്നു. 8 വയസ്സ് മുതൽ റേഡിയോ സ്റ്റേഷനിൽ ആകാശവാണിയിൽ പാടിത്തുടങ്ങി. വിവാഹശേഷം ബോംബെയിൽ പോയി. അവിടെ വച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പ്രാഗൽഭ്യം നേടി. അങ്ങനെ ആദ്യത്തെ കച്ചേരി ചെയ്യുന്ന സമയത്ത് പ്രമുഖ സംഗീത സംവിധായകൻ ശ്രീ വസന്ത് ദേശായി ആ കച്ചേരി കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് കേട്ട് വളരെ ഇഷ്ടമായിട്ട് ആദ്യം ഒരു നോൺ ഫിലിമി ആൽബത്തിലാണ് പാടിച്ചത്. അതിനുശേഷം ഗുഡ്ഡി എന്ന ഫിലിമിൽ ബോളറി പപ്പിഹര എന്ന ഗാനം അത് വളരെ വളരെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അമ്മയ്ക്ക് താൻസൻ അവാർഡ് കിട്ടിയ ആ ഗാനത്തിന്. അതിനുശേഷം പണ്ഡിറ്റ് രവിശങ്കർ മ്യൂസിക് ചെയ്ത മീര എന്ന ഫിലിമിലെ 8 ഗാനങ്ങളോളം പാടി. മലയാളത്തിലേക്ക് ശ്രീ ശിവൻ അദ്ദേഹത്തിന്റെ ക്ഷണം അനുസരിച്ച് സലൽ ചൗധരി സാറ് സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മലയാളത്തിൽ വന്ന് ആദ്യമായിട്ട് പാടിയത്. മലയാളത്തിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയിരുന്നത് വാണിയമ്മയായിരുന്നു. ശ്രീമാരൻ ബെമ്പ് സാറിന്റെയും അർജുനൻ മാസ്റ്ററിന്റെയും ടീമിന്റെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ അമ്മയെ തേടി എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ അമ്മയ്ക്ക് വേണ്ടി പാടുന്നത് 1975 റിലീസായ തോമസ് ലേഹ എന്ന ഫിലിമിലത്തെ ഒരു ഗാനം. ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന ധും തന നന ധുംന ധുംന ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന നന ധുംന ധുംന ചിലങ്കി നിന്റെ നിന്റെ താളം ധും തന നന ധുംന ധുംന നന ധും തന നന ധുംന ധുംന നന ധും തന നന ധുംന ധുംന ചിലങ്കി നിന്റെ നിന്റെ താളം. നിന്നെ ഞാൻ എന്തു വിളിക്കും എന്നെന്നും കളിർക്കുന്ന സൗന്ദര്യമെന്നോ. നിന്നെ ഞാൻ എന്തു വിളിക്കും എന്നെന്നും കളിർക്കുന്ന സൗന്ദര്യമെന്നോ. നിന്നെ ഞാൻ എന്തു വിളിക്കും. ശ്രീമതി വാണി ജയറാം വ്യത്യസ്തമായ ഒരു ശബ്ദം, വ്യത്യസ്തമായ ഒരു ആലാപന ശൈലി, വ്യത്യസ്തമായ വേഷ സംവിധാനങ്ങൾ എല്ലാം വെവ്വേറെ നിൽക്കുന്ന ഒരു അപൂർവ ഗായികയാണ് വാണി ജയറാം. എല്ലാ തലങ്ങളിലും ഹിന്ദുസ്ഥാനിയിലാണേലും കർണാട്ടിക്കിലാണേലും ഒരുപാട് ഭാഷകളിലും അവർ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1976, 80, 92 ഈ വർഷങ്ങളിലെല്ലാം വാണി ജയറാമിന് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ വാണിയമ്മയുടെ മൈക്ക് ത്രോ എന്ന് പറയുന്നത് ഞാൻ കണ്ട് അതിശയിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ 1-2 പ്രോഗ്രാമിന് പാടിയിട്ടുണ്ട്. മൈക്ക് സാധാരണഗതിയിൽ ഓരോ വ്യക്തികൾ, ഓരോ ഗായികമാരും ഗായകന്മാരും യൂസ് ചെയ്യുന്നത് വളരെ ക്ലോസ് ആയിട്ടാണ് വെക്കുന്നത്. പക്ഷേ വാണിയമ്മ ഇനിയിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വെക്കുന്ന വളരെ ദൂരെയാണ്. ഈ ദൂരെ ഞാൻ സംസാരിച്ചപ്പോൾ ശബ്ദം നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുന്നില്ല. അപ്പൊ അത്രയും ദൂരെ വെച്ച് തന്നെ അവർക്ക് ഭയങ്കര പവർഫുൾ ആയിട്ട് എക്സ്പ്രസീവ് ആയിട്ട് പാടാനുള്ള ഒരു വോയിസ് ത്രോ ജന്മം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചിത്ര സൂചിപ്പിച്ച പോലെ ശിവൻ ചേട്ടന്റെ ആദ്യത്തെ പടത്തിലെ ആ ഗാനമാണ് ഞാൻ വാണിയമ്മയ്ക്ക് വേണ്ടി പാടുന്നത്. ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. സൗരഭ്യമേ
സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതും സൗവർണ പരാഗമാണോ മനനി, അതും സൗരഭ്യമാണെന്റെ സ്വപ്നം, 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 സ്വപ്നം. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതും സൗവർണ പരാഗമാണോ മനനി, അതും സൗരഭ്യമാണെന്റെ സ്വപ്നം, 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 സ്വപ്നം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. എനിക്ക് ആദ്യമായിട്ട് ഞാൻ കമ്പോസ് ചെയ്ത് പാടുന്ന അമ്മയാണ്. ചിത്ര ചേച്ചിയുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. ഞാൻ കമ്പോസ് ചെയ്ത് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ശ്രീമതി വാണിജ്യരം പാടിയാണ്. അസാധ്യമായി ഗ്രാസ്പിംഗ് പവറുള്ള ഒരു സിംഗറാണ് ഞാൻ കണ്ടതില്ല. ഞാൻ ആകപ്പാടെ അമ്മയ്ക്ക് 2 തവണ മാത്രമേ ആ പാട്ട് ഫുള്ളായിട്ട് പാടി കേൾപ്പിച്ചുള്ളൂ. അതിനുശേഷം ടേക്ക് എന്ന് പറഞ്ഞ് അമ്മ പോയി പാടിയത് ഒരു ചുനിപ്പ് പോലും വിടാണ്ട് ഞാൻ എന്താ പാടിയത് അതിനേക്കാളും ഒരു 10 പടി മുകളിൽ അതിമനോഹരമായിട്ട് പാടിത്തുന്നു ആ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. നിലവിളക്കിൻ തിരിനാളമായി വിടർന്നു നിറകതിർച്ചൊരിയുമെൻ ഹൃദയം, നിലവിളക്കിൻ തിരിനാളമായി വിടർന്നു നിറകതിർച്ചൊരിയുമെൻ ഹൃദയം. ഈ ദീപാഞ്ജലി സ്വീകരിക്കൂ ദേവി, ഈ ദീപാഞ്ജലി സ്വീകരിക്കൂ ദേവി, സ്നേഹപുഷ്പാഞ്ജലി സ്വീകരിക്കൂ. നിലവിളക്കിൻ തിരിനാളമായി വിടർന്നു നിറകതിർച്ചൊരിയുമെൻ ഹൃദയം. ഈ ദീപാഞ്ജലി സ്വീകരിക്കൂ ദേവി, സ്നേഹപുഷ്പാഞ്ജലി സ്വീകരിക്കൂ. നിലവിളക്കിൻ തിരിനാളമായി വിടർന്നു നിറകതിർച്ചൊരിയുമെൻ ഹൃദയം.